ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് റഷീദ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാൾ ചെയ്ത പൈത്തൺ നമ്മൾ എന്ത് ചെയ്തു, കൺഫേം ആക്കി ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഇവിടെ ഒരു CMD ഞാൻ എന്താണ് ഇവിടെ ജസ്റ്റ് വന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞു, CMD എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മളുടെ റെക്കോർഡിങ്ങിൻ്റെ ആ ഒരു ഹൈറ്റ് ടാസ്ക് ബാർ വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇതിനെ എൻ്റർ ചെയ്തു. സോ കണ്ടോ, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, ഇവിടെ പൈത്തൻ്റെ ആ ഒരു കമാൻഡ് പ്രോംപ്റ്റ്, പൈത്തൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് അല്ല, നമ്മളുടെ വിൻഡോസിൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റി. ഇനി ഇവിടെയാണ് ഞാൻ എന്ത് ടൈപ്പ് ചെയ്തത്, പൈത്തൺ -- വേർഷൻ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തത്. സോ യെസ് ഗൈസ്, ഇത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്തത്, നമ്മളുടെ പൈത്തൺ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കൺഫേം ആക്കിയത്. ഇനി വേറൊരു രീതിയും കൂടി നമുക്ക് എന്ത് ചെയ്യാം, കൺഫേം ചെയ്യാം. നമുക്കെന്താണ്, ഇവിടെ നമ്മൾ CMD എന്ന് ടൈപ്പ് ചെയ്ത ആ ഒരു സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ, വിൻഡോസിൻ്റെ പല വേർഷനിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു സെർച്ച് ബാർ കാണാൻ കഴിയില്ല. സോ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ മെനു ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ CMD എന്ന് ഇങ്ങനെയും ടൈപ്പ് ചെയ്യാം, നമ്മൾ ഡയറക്റ്റ് ഇതിൽ പോകാതെ തന്നെ. ഓക്കെ, ഇനി നമ്മളെന്താണ് ഒരു രണ്ടാമത്തെ രീതിയിലും കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പൈത്തൺ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് കൺഫേം ആക്കാണ്. അതിന് വേണ്ടി ഞാൻ എന്ത് വന്നു, നമ്മളുടെ ടാസ്ക് ബാറിൽ വന്നു, നമ്മളെ ടാസ്ക് ബാർ ഓപ്പൺ ആക്കി. അതിനുശേഷം ഞാൻ എന്ത് പറയുകയാണ്, ഇവിടെ ഐഡിൽ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു. ഐഡിൽ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി, ഐഡിൽ പൈത്തൺ 3.964 ബിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടി. അവിടെ എന്ത് വന്നു, റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളോടൊരു മെസ്സേജ് ചോദിക്കും, ഡു യു വാണ്ട് ടു അലോ ദിസ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് യെസ്സിൽ ക്ലിക്ക് ചെയ്യുക. യെസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, നമ്മളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ ഓപ്പൺ ആയി കിട്ടും. നമ്മളെ ഐഡിയൽ ഷെല്ല് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് എന്താണ്, നമ്മളുടെ ഈ ഒരു ഐഡിയൽ ഷെല്ലിൻ്റെ ടെർമിനലിൽ ഞാൻ എന്ത് പറയാണ്, പ്രിന്റ് ഞാൻ എന്ത് പറഞ്ഞു, ഹലോ വേൾഡ് എന്ന് പറഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഞാൻ ഇവിടെ പോയി ഫയലിൽ പോയി ഞാൻ എന്താണ് ഒരു ന്യൂ ഫയൽ എടുത്തു. ന്യൂ ഫയൽ എടുത്തിട്ട് ഞാൻ എന്ത് പറഞ്ഞു, A = 5 എന്ന് പറഞ്ഞു. അതുപോലെ B = 10 എന്ന് പറഞ്ഞു. ഇനി ഞാൻ എന്താ പറയാൻ പോകുന്നത്, പ്രിന്റ് A+B എന്ന് പറഞ്ഞു. A+B എന്ന് പറഞ്ഞ് നമുക്കെന്താണ് എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നേ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനൊന്ന് സേവ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ സേവ് കൊടുത്തു. സേവ് കൊടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിൽ വരികയാണ്. ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് നമ്മളുടെ അതായത് നമ്മുടെ ഫസ്റ്റ് ഇതാണല്ലോ, അത് FIRS ഫസ്റ്റ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, first.py എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ സേവ് ചെയ്തു. അതിന് സേവ് ചെയ്തിട്ട് ഞാൻ എന്ത് വന്നു, പ്രിൻറ്റിൽ വന്നിട്ട് ഓക്കെ, ഇവിടെ വന്നതിന് ശേഷം ഞാൻ എന്താണ്, റണ്ണിൽ പോയിട്ട് ഞാൻ എന്താണ്, റൺ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊടുത്തു. റൺ മൊഡ്യൂൾ എന്ന് കൊടുക്കുമ്പോൾ ഇപ്പോൾ എന്താണ്, നമ്മളുടെ ഫസ്റ്റ് ഐഡിയൽ ഷെല്ലിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റി, 15 എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, ഇവിടെ കാണാൻ വേണ്ടി പറ്റി. സോ ഗൈസ്, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, നമ്മൾ സക്സസ്ഫുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ പൈത്തൺ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, റീകൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടാസ്ക് ബാർ നമുക്ക് എങ്ങനെ ഐഡിയൽ കിട്ടി എന്നുള്ളതൊക്കെ നമുക്ക് എങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, മനസ്സിലാക്കാൻ വേണ്ടി പറ്റി ഈ ഒരു ട്യൂട്ടോറിയൽ. സോ ഗൈസ്, അടുത്ത ട്യൂട്ടോറിയലിൽ നമ്മൾ എങ്ങനെയാണ് പൈത്തൺ പഠിക്കേണ്ടത് എന്നുള്ള സ്ട്രക്ചേർഡായിട്ട് 1 2 3 4 അല്ലെങ്കിൽ ABCD എന്ന് പറയുന്ന ഒരു സീരീസിൽ ആദ്യം പഠിക്കേണ്ട സംഭവങ്ങൾ ആദ്യം തന്നെ പഠിച്ചുകൊണ്ട് നമ്മൾ എന്താണ് 1 by 1 ആയിട്ട് ഓരോ വീഡിയോയിലും നമ്മൾ പൈത്തണിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, നമ്മളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ഗൈസ്, stay tuned and see you in the next video.